കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ മസാലകൾ ചേർത്ത് നല്ല രുചിയുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കോഴിയിറച്ചി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി പുരട്ടി ഒരമണിക്കൂർ വെക്കുക. അതിനുശേഷം നമ്മൾക്ക് അരിഞ്ഞ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ആവശ്യത്തിന് എടുക്കുക. ആവശ്യമെങ്കിൽ ഒരു തക്കാളി കൂടി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 നുള്ള്, കുരുമുളക് 1 ടീസ്പൂൺ, ഗരം മസാല എന്നിവ എടുത്തു വെക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു കടായി ചൂടാക്കി അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കുറച്ച് കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത് എന്നിവ എണ്ണയിലോട്ട് ഇടാവുന്നതാണ്. എല്ലാം ഒന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ച മസാലകളെല്ലാം ചേർക്കാൻ പോവുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവയെല്ലാം ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം തക്കാളി ചേർത്ത് വീണ്ടും വഴറ്റുക. മസാലയെല്ലാം അപ്പോൾ നന്നായി വഴന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കാം. മസാലയും ചിക്കനും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ചെറുതീയിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ മാത്രം മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രുചിയുള്ള ചിക്കൻ കറി തയ്യാറാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.